നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പ്രഖ്യാപിച്ചു. വഞ്ചിയൂർ MA സിറ്റി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ പ്രതി. 2023 ഓഗസ്റ്റ് 30-നാണ് സംഭവം. 15 വയസ്സുള്ള ആദിശേഖരനെയാണ് പ്രതി കാറിടിച്ച് കൊലപ്പെടുത്തിയത്. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെ മകനാണ് 15 വയസ്സുള്ള ആദിശേഖർ. പൂവച്ചൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട്. ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ സൈക്കിളിൽ കയറാൻ ആദിശേഖർ ശ്രമിക്കുന്നതിനിടെ പിന്നിലൂടെ കാറെടുത്ത് പ്രതി കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണെന്നും അവരുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തപ്പോൾ സൈക്കിളിൽ ഇടിച്ചതാണെന്നുമാണ് പ്രിയരഞ്ജന്റെ വാദം. പുതിയ ഇലക്ട്രിക് കാർ ആയിരുന്നതിനാൽ പരിചയക്കുറവുണ്ടായിരുന്നു. തനിക്കെതിരെ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്നും പ്രതി ഹർജിയിൽ വാദിച്ചിരുന്നു. അപകടം എന്ന നിലയിൽ മനഃപൂർവ്വമല്ലാത്ത ആത്മഹത്യാ കുറ്റമാണ് ആദ്യം ചുമത്തിയത്. എന്നാൽ സംഭവം സംബന്ധിച്ച് CCTV ദൃശ്യം പുറത്തു വന്നത് കേസിൽ നിർണായക തെളിവാകുകയായിരുന്നു. പ്രിയരഞ്ജൻ കാറിൽ ഇരിക്കുന്നതും ആദിശേഖർ സൈക്കിൾ കയറിയ ഉടൻ കാർ ഓടിച്ച് കയറ്റി കൊലപ്പെടുത്തുന്നതുമാണ് CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നാണ് കാട്ടാക്കട DYSP N ഷിബുവിന്റെയും CI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കേസിൽ 30 സാക്ഷികളെ വിസ്തരിച്ചു. 31-ാം തീയതി നമ്മളോട് ഒരു ആക്സിഡൻ്റൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ കേസിന് പറഞ്ഞ കുട്ടിയെ വണ്ടി ഇടിച്ച് മരിച്ച ഒരു സംഭവം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ബന്ധുക്കളുടെ അച്ഛൻ്റെ അനിയൻ്റെ മൊഴി പ്രകാരം ആക്സിഡൻറ്റ് കേസായിട്ടാണ് അതിനെ രജിസ്റ്റർ ചെയ്തത്. സ്വാഭാവികമായിട്ട് ആക്സിഡൻ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി കുട്ടിയുടെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയുടെ ബന്ധുക്കൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടായി. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു CCTV ദൃശ്യങ്ങൾ കിട്ടി. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൽ ഒരു അസ്വാഭാവികമായ ഒരു സംഭവം നമുക്ക് തോന്നി. അതിൻ്റെ ബേസിൽ അവൻ്റെ നേരത്തെ ഉള്ള അവൻ അതിന് മുമ്പ് എന്തായിരുന്നു എന്നും അതിന് പിന്നിൽ എന്തായിരുന്നു ശേഷം എന്തായിരുന്നു ഒക്കെ ഉള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തു. സാധാരണഗതിയിൽ അവൻ്റെ സബ്സിക്വൻറ്റ് കോൺടാക്റ്റും പ്രീവിയസ് കോൺടാക്റ്റും വെരിഫൈ ചെയ്തപ്പോൾ ഒരു സാധാരണ ഒരു ലാ അബൈഡിങ് സിറ്റിസൺ ആണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ ഒരു ലാ അബൈഡിങ് സിറ്റിസൺ എന്നുള്ള നിലയിൽ ചെയ്യുക. പക്ഷേ ഇയാളുടെ ഭാഗത്തുനിന്ന് അന്നുതൊട്ട് തന്നെ അബ്സ്കോണ്ടിങ് ആണ്. അതിന് എന്ത് കാരണമുണ്ടോ ഇങ്ങനെ ഒരു ബ്രൂട്ടൽ മർഡർ നടത്താനുള്ള ഒരു കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു പ്രീവിയസ് എനിമിറ്റി നമുക്ക് കിട്ടി. സിയുടെ നേതൃത്വത്തിൽ കാട്ടാക്കട സിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമായിട്ട് തന്നെ അവർ രൂപീകരിച്ച് അത് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു പ്രീവിയസ് എനിമിറ്റി കിട്ടി. പ്രീവിയസ് എനിമിറ്റി എന്ന് പറയുമ്പോൾ ഈ കുട്ടി അവിടെ ഇയാളെ ഒരു കാര്യം മൂത്രമൊഴിച്ച് ചോദ്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടവർ തമ്മിലൊരു തർക്കമുണ്ടായി. അപ്പോൾ നമുക്ക് അത് ശരി തന്നെയെന്ന് ഉറപ്പിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് ശരി തന്നെയെന്ന് ഉറപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അയാൾ അബ്സ്കോണ്ടിങ് ആണ്. നമ്മൾ അയാളെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും ഈ CCTV ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലും അതിനെ ഒരു മർഡർ കേസാണെന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ബേസിൽ ഞങ്ങൾ മർഡർ കേസാക്കി അതിനെ മാറ്റിക്കൊണ്ട് അന്വേഷണം തുടരുകയാണ്.